ഹായ്. നമ്മുടെ എറണാകുളത്ത് നമ്മുടെ സ്വന്തം കൊച്ചിയിൽ വൈറ്റിലയിൽ കടവന്തറയിലൊരു ടിപ്പിക്കൽ ചൈനീസ് റെസ്റ്റോറൻ്റ് ഉള്ള കാര്യം, ടിപ്പിക്കൽ ചൈനീസ് ഫുഡ് കിട്ടുന്ന ഒരു റെസ്റ്റോറൻ്റ് ഉള്ള കാര്യം നമ്മുടെ കൂട്ടത്തിൽ എത്ര പേർക്കറിയാം? ഞാൻ ഈ റീസെൻ്റ്ലിയാണ് അറിയുന്നത്. ഞാൻ വൈറ്റിലയിൽ എൻ്റെ ഒരു സുഹൃത്തിനെ കാണാൻ വേണ്ടി പോയ വഴിക്ക് ഞങ്ങൾ ലഞ്ച് ഒരുമിച്ച് ഇവിടെ നിന്നായിരുന്നു കഴിച്ചത്. ഞാനും എൻ്റെ ഏട്ടത്തിയും മകളും ഉണ്ടായിരുന്നു. ഇതാണ് ഞാൻ പറഞ്ഞ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ഷിജോ സ്റ്റീഫൻ. ശരിക്കും നേറ്റീവ് ആവും വന്നിട്ട് കാസർഗോഡാണ്, നീലേശ്വരം. ഇപ്പോൾ കൊച്ചിയിലാണ് സെറ്റിലായിരിക്കുന്നത്. ഞങ്ങൾ ശരിക്കും 99-2000 മാനുള്ള പരിചയമാണ്. ഞങ്ങൾ ഒരുമിച്ച് ഹോട്ടൽ മാനേജ്മെൻറ്റ് പഠിച്ചു. ശേഷം ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട് പലയിടങ്ങളിലും. പിന്നെ അവൻ സ്വന്തമായിട്ട് റെസ്റ്റോറൻറ്റ് സ്റ്റാർട്ട് ചെയ്തു. ഔട്ട്ഡോർ കാറ്ററിങ്ങുകൾ ചെയ്തു തുടങ്ങി. ഹോസ്റ്റൽസ് എടുത്ത് വർക്ക് ചെയ്യാൻ തുടങ്ങി. ഫിലിം ഇൻഡസ്ട്രിയിലേക്കുള്ള ഫുഡുകൾ സെർവ് ചെയ്യാൻ തുടങ്ങി. ഇപ്പോൾ നിലവിൽ സ്വന്തമായിട്ടൊരു വണ്ടികളിലൊക്കെ നടക്കുന്ന ഗ്യാസ് പ്ലാന്റുകളുടെ ഒരു സ്റ്റേഷൻ അവൻ സ്വന്തമായി നടത്തുന്നുണ്ട്. ഈസ് എ ബിസിനസ് മാൻ. ഫാമിലിയെക്കുറിച്ചൊക്കെ പറയുകയാണെങ്കിൽ ഒരു എപ്പിസോഡൊന്നും പോരാതെ വരും. പപ്പയും മമ്മിയും മോളും അവനും അടങ്ങുന്നതാണ് അവൻ്റെ ഫാമിലി. പപ്പ ഇടയ്ക്ക് മരണപ്പെട്ടു. മമ്മി അമേരിക്കയിലാണ് മോളുടെ കൂടെ. ഷിജോ സെറ്റിൽഡാണ്. അവൻ്റെ വൈഫ് സ്കോട്ട്ലൻഡിൽ നഴ്സായിട്ട് വർക്ക് ചെയ്യുകയാണ്. 2 പെൺമക്കളാണ്. അങ്ങനെ നീളുന്ന വിശേഷങ്ങളാണ് അവൻ്റെ കാര്യങ്ങൾ. സോ അതവിടെ നിൽക്കട്ടെ. നമുക്ക് അടുത്തൊരു എപ്പിസോഡിൽ ഷിജോ സ്റ്റീഫൻ്റെ ഫാമിലിയെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് നമുക്ക് ചെയ്യാം. ഇപ്പോൾ നമുക്ക് റെസ്റ്റോറൻറ്റിലോട്ട് വരാം. ഞങ്ങളൊരു ഉച്ചയ്ക്ക് 2-2:30 മണിക്കാണ് അവിടെ ലഞ്ചിന് കയറിയത്. എന്നാൽ ലൈറ്റിംഗ് ഒന്നും ഇല്ലാഞ്ഞിട്ട് പോലും അതിനകത്തൊരു ആംബിയൻസ്, നമ്മൾ പ്രോപ്പറായിട്ടൊരു ചൈനയിലിരുന്ന് ചൈനീസ് റെസ്റ്റോറൻറ്റിൽ നിന്ന് ഫുഡ് കഴിക്കുന്ന ആംബിയൻസ് ആയിരുന്നു. ചിക്കൻ ഫ്രൈഡ് റൈസും ചിക്കൻ നൂഡിലും സെഷ്വാൻ ബീഫും ഡ്രാഗൺ ചിക്കൻ ബോൺലെസ്സും ആയിരുന്നു ഓർഡർ ചെയ്തത്. അത്യാവശ്യം 1190 രൂപ ആയുള്ളൂ ടോട്ടൽ ബില്ല്. പല മൾട്ടി കുസിൻ റെസ്റ്റോറൻറ്റുകളിൽ നിന്ന് ഫുഡ് കഴിച്ചിട്ടുണ്ടെങ്കിലും ഇതേപോലെ ടിപ്പിക്കൽ ചൈനീസ് മാത്രം കിട്ടുന്ന റെസ്റ്റോറൻറ്റിൽ നിന്ന് ഫുഡ് കഴിക്കുന്നത് വളരെ റെയറാണ് ആക്ച്വലി. നല്ല ഫുഡായിരുന്നു, എക്സലൻ്റ് ആയിരുന്നു. പ്രത്യേകിച്ച് വിശന്നും കൂടി ഇരുന്നുകൊണ്ട് വളരെ ടേസ്റ്റ്ഫുള്ളായിട്ട് തോന്നുകയും ചെയ്തു. വൈറ്റിലെ കടവന്തറയാണ് നമ്മുടെ ഈ ചിയാങ്ങിൻ്റെ ഒരു സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത്. ശരിക്കും ഇവർ വർഷങ്ങളുടെ എക്സ്പീരിയൻസിലുള്ള ഒരു ടീമാണ് കേട്ടോ. എനിക്കൊന്ന് 70-80 കാലഘട്ടത്തിലാണ് ഇവർ തുടങ്ങുന്നത്. ഇവർക്ക് മലയെന്ന് പറഞ്ഞ റെസ്റ്റോറൻ്റ് ആയിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. അതിനുശേഷം അങ്കമാലിയിലും വൈറ്റിലും എല്ലാം പുതിയ ബ്രാഞ്ചസുകൾ കൊണ്ടുവരുമായിരുന്നു. അങ്ങനെയാണ് ഞാൻ അറിഞ്ഞ ഒരു ഡീറ്റെയിൽ. അങ്ങനെ വളരെ മനോഹരമായൊരു ദിവസമായിരുന്നു. പക്ഷേ വളരെ സമയപരിമിതി വളരെ ചുരുങ്ങിയതായതുകൊണ്ട് കുറച്ച് സമയം മാത്രമേ അവനോട് സ്പെൻഡ് ചെയ്യാൻ സാധിച്ചുള്ളൂ. നെക്സ്റ്റ് ടൈം ഒരു 2 ദിവസം ഇവിടെ ഹാൾട്ട് ചെയ്തുകൊണ്ട് ഒന്ന് കൊച്ചി മുഴുവൻ ഒന്ന് എക്സ്പ്ലോർ ചെയ്യണമെന്ന് വലിയൊരു ആഗ്രഹമുണ്ട്. ചിയാങ്ങിലെ ഫുഡിൻ്റെ ക്വാളിറ്റി മാത്രമല്ല, അവിടുത്തെ അവർ സെറ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു ആംബിയൻസ്, ഒരു പക്ഷേ വൈകുന്നേരങ്ങളിലായിരുന്നു അവിടെ പോയിരുന്നുണ്ടെങ്കിൽ ആ ലൈറ്റിൻ്റെയൊക്കെ ഒരു സെറ്റപ്പോടെ നമുക്ക് നല്ല രീതിയിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുമായിരുന്നു. ഞാനിപ്പോൾ കാണിച്ചതാണ് ബില്ല്. അത്യാവശ്യം നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. ചിയാങ് എന്നാണ് പേര്. വൈറ്റ്ല കടവന്തറയാണ് ലൊക്കേഷൻ. പറ്റുന്നവർ അവിടെയൊക്കെ പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ നിന്ന് കയറി ഇവിടുത്തെ ഫുഡ് ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. അതിന് യാതൊരു കുറ്റവും പറയാൻ പറ്റില്ലെന്നാണ് എൻ്റെ പൂർണ്ണമായ വിശ്വാസം. താങ്ക്സ്ഫുൾ എനിക്ക് എപ്പോഴും പറയാനുള്ള ഷിജോ അടുത്താണ്. താങ്ക് യുടാ. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.